പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയറ്റിൽ കത്രികയുമായി 5 വർഷം ജീവിക്കേണ്ടി വരിക. നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പെരുപ്പ് വരുന്നില്ലേ ശരീരത്തിൽ? അങ്ങനെ സംഭവിച്ചു. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന് കൊച്ചി അമൃത ആശുപത്രിയിൽ അടിയന്തര ചികിത്സ. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഉടൻ ശസ്ത്രക്രിയ നടത്തും. 5 വർഷം മുൻപ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം അകപ്പെട്ടത്. ഗുരുതര അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. ഷിബിൻ ചേരുന്നുണ്ട്, ഉഷ ജോസഫിന്റെ മകൻ. വെരി ഗുഡ് മോർണിംഗ് ഷിബിൻ. വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായി പോയി, ഞെട്ടിക്കുന്നുണ്ട്. മാത്രമല്ല, വാർത്ത വായിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു പെരുപ്പ്. 5 വർഷം ഈ ആർട്ടറി ഫോർസെപ്സ് എന്ന് പറയുന്ന കത്രികയ്ക്ക് സമാനമായ ഒരു ശസ്ത്രക്രിയ ഉപകരണമായിട്ട് അമ്മ ജീവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വലിയൊരു ടെൻഷൻ നമുക്ക് തന്നെ വരുന്നുണ്ട്. നമുക്ക് തന്നെ ഇല്ലാത്തൊരു വേദന ഇപ്പോൾ രൂപപ്പെടുന്ന പോലെ. എപ്പോഴത്തേക്കാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ? അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഷിബിൻ? ഇപ്പം കുഴപ്പമില്ല, ആൾ റെസ്റ്റ് എടുക്കുവാണ്. ഇന്ന് ശസ്ത്രക്രിയ ഇന്ന് തന്നെ ചിലപ്പം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാക്സിമം നോക്കുമെന്നാണ് പറയുന്നത്. CT സ്കാനും കാര്യങ്ങളും അവർ ചെയ്തിട്ട് അവർ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ അറിയണം. പൊസിഷൻ അറിഞ്ഞിട്ട് വേണം അവർക്ക് ചെയ്യാൻ. ഓക്കെ, ഈ 2021 മെയ് 5-ാം തീയതിയായിരുന്നു ശസ്ത്രക്രിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അന്ന് ഡോക്ടറുടെ പേര് ലളിതാംബിക എന്ന മറ്റോ ആണോ? അവരെ നേരിട്ട് പോയി എങ്ങാനും കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഷിബിൻ? അതെ അതെ, അവർ വീട്ടിൽ പോയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുമായിരുന്നു. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തു? വീട്ടിൽ വരാൻ പറഞ്ഞോ അതോ വീട്ടിലേക്ക് നമ്മൾ പോവുകയായിരുന്നോ? വീട്ടിൽ കൺസൾട്ടിങ് ഉണ്ട്, അങ്ങനെ പോയി കണ്ട് കൺസൾട്ട് ചെയ്തതാണ്. കൺസൾട്ട് ചെയ്തു. പൈസ വല്ലതും കൊടുത്തതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ ഷിബിൻ? എന്നാ അവരുടെ ഫീസ് ഉണ്ട്, ആ ഫീസ് നമ്മൾ അന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തപ്പോഴുള്ള ഫീസ്, അതല്ലാതെ എന്തെങ്കിലും? അതായത് ഇപ്പോൾ നമ്മൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്ക് പൈസ കൊടുക്കുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്നത് കൈക്കൂലി കൊടുത്തു എന്നാണ്. നമ്മൾ വീട്ടിൽ അവരുടെ കൺസൾട്ടിങ് ഫീസ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നതും അവർ റെഫർ ചെയ്യുന്നതും. അവരുടെ റെഫറൻസിലാണ് നമ്മളിങ്ങോട്ട് മാറിയത്. വണ്ടാനം ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തതെല്ലാം. ഓക്കെ, അപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വീട്ടിൽ പോയി കൺസൾട്ടൻസി നടത്തി ഒരു ഫീസും കൊടുത്തിട്ടാണ് ശസ്ത്രക്രിയയ്ക്ക് പോകുന്നത്. പോയി ആ സമയത്ത് ഈ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുമ്പോൾ എന്താണ് അവർ പറഞ്ഞത്? അല്ല, അത് മുഴയുടെ ഇഷ്യൂ ആയിരുന്നു, അതുകൊണ്ട് കൺസൾട്ട് ചെയ്ത് അന്ന് മുഴ റിമൂവ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ചെയ്തതും അതിനകത്താണ് ഈ കത്തി വന്നതും. ഈ അതിനുശേഷം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നോ ഷിബിൻ? അത് ഇടയ്ക്കിടയ്ക്ക് വേദന വരും. അപ്പം നമ്മുടെ വിചാരം ഇത് കണക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെയും എന്തെങ്കിലും ചെയ്തതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇന്നലെ കഴിഞ്ഞ ദിവസം എക്സ്റേ എടുത്തപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും പ്രശ്നമാണെന്നും ഈ കത്രിക കാണുന്നതില്ല. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഷിബിൻ? ഇതിനിടയ്ക്ക് എന്തെങ്കിലും തൊഴിലെടുക്കുന്നുണ്ടോ? തൊഴിലുറപ്പിനും കാര്യത്തിനൊക്കെ പോവായിരുന്നു. പിന്നെ വീട്ടിലെ ജോലിയും കാര്യങ്ങളും അമ്മ തന്നെ ചെയ്യുന്നു. ഈ സമയത്തെല്ലാം ഈ തൊഴിലുറപ്പിന് വിട്ടും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വയറ്റിൽ ഈ കത്രിക ഇരിക്കുക അല്ലേ? അതെ അതെ. ഈ ആ സമയത്തൊന്നും പിന്നെ സ്കാൻ ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലേ? കഴിഞ്ഞ 5 വർഷം 2021 മുതൽ ഈ 2026 വരെ ഇല്ല, ഇതുവരെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പം മൂത്രത്തിലൊരു കല്ലിൻ്റെ ഒരു കാണിക്കത്തപ്പോൾ അങ്ങനെ നമ്മൾ സ്കാനിങ്ങും ചെയ്ത് അതിൻ്റെ ഇതായപ്പോൾ ചെയ്തപ്പോഴാണ് എക്സ്റേ എടുത്തപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇന്നലെ ഞാൻ നമ്മൾ ചെയ്തപ്പോൾ ഇതെല്ലാം കാണുന്നത്. ഇത് ഡോക്ടർമാരെ അറിയിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു മെഡിക്കൽ കോളേജിലെ? അവർ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് മാറ്റി തരാം എന്നാണ് അവർ പറഞ്ഞത്. കോമൺ സെക്ഷനോ കാര്യങ്ങളോ അവരുടെ ഭാഗത്തൊന്നും ഇല്ല. അവർ പെട്ടെന്ന് ഇതെങ്ങനെയെങ്കിലും ചെയ്ത് പെട്ടെന്ന് ആരെ അറിയിക്കാതെ പെട്ടെന്ന് ചെയ്ത് മാറ്റുന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ച മൊത്തം. അങ്ങനെ പറഞ്ഞോ? പുറത്താരും അറിയണ്ട, നമ്മളിത് പെട്ടെന്ന് ചെയ്തു തരാം അങ്ങനെ എന്തെങ്കിലും? പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ കേസ് കൊടുക്കണം നിങ്ങളുടെ ഇഷ്ടമാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മളെന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ? അതെ, നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ താല്പര്യം. ഓക്കെ, നമ്മൾ പരാതി കൊടുത്തിരുന്നല്ലോ അല്ലേ? പരാതി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് സ്റ്റേഷനിൽ റിപ്പോർട്ടായിട്ടുണ്ട്, ഇവിടെ പരാതി പോയിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ അവിടുന്ന് അമ്പലപ്പുഴയിൽ നമ്മൾ അടുത്ത പരാതി കൊടുക്കണം. ഇന്നത്തെ ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഈ ലളിതാംബിക തന്നെയാണെന്ന് ഉറപ്പാണല്ലോ? ഷിബിൻ കേൾക്കാമോ? ഈ സർജറി ചെയ്തതേ ഷിബിനാണ്. ഓക്കെ ഓക്കെ
ഷിബിനാണ് നമുക്കൊപ്പം ചേർന്നത്. ആശുപത്രിയിലാണ് ഇപ്പോൾ ഷിബിനും ഉള്ളത്. അമൃത ഹോസ്പിറ്റലിലാണ്. ലളിതാംബിക എന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ നേരത്തെ പ്രൈവറ്റ് കൺസൾട്ടൻസി എടുത്തതിന് ശേഷമാണ് വീണ്ടും ആശുപത്രിയിലേക്ക് പോയത്. പരാതി കൊടുത്തു. പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഷിബിൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഷിബിൻ്റെ അമ്മ ഉഷ ജോസഫ് 5 വർഷം തൊഴിലുറപ്പിന് പണിയെടുത്ത ഒരു സ്ത്രീ കൂടിയാണ് എന്ന് ഓർമ്മിക്കണം. ഈ കത്രികയും വയറ്റിൽ വെച്ചുകൊണ്ടാണ് 5 വർഷം ഈ പണി മുഴുവൻ എടുത്തിരിക്കുന്നത്. ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. MLA H. സലാം അടക്കം ഗുരുതരമായ അനാസ്ഥ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. ഷിബിനാണ് നമുക്കൊപ്പം ചേർന്നത്. ശരത്തുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ശരത്ത്, ആശുപത്രിയിലാണ് ഉഷ ജോസഫ് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരത്തോടു കൂടി ശസ്ത്രക്രിയ നടത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.